മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വഖഫ് ബോർഡിനെ പഴിചാരി കൈയൊഴിയാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മുനമ്പം ഭൂമി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെയാണ് നിലപാടിൽ മാറ്റം. സംസ്ഥാന സർക്കാരിന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമെന്ന വി.ഡി. സതീശന്റെ മുൻ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിന് ഒരു തീരുമാനമെടുത്ത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കേസ് കോടതിയിൽ അറിയിച്ച് ഇത് പിൻവലിക്കാം. 10 മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാം. പ്രതിപക്ഷ നേതാവായിരിക്കെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വി.ഡി. സതീശൻ ആവർത്തിച്ച വാദമാണിത്. മുനമ്പം കേസ് ഹൈക്കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും നിലനിൽക്കുകയായിരുന്നു ഇത്. വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു. കുറ്റം മുഴുവൻ വഖഫ് ബോർഡിൻ്റെ തലയിൽ വെച്ച് കൈയൊഴിയാനാണ് ശ്രമം. നിയമപരമായ നടപടിയാണ് വഖഫ് ബോർഡ് സ്വീകരിച്ചതെന്നും വാഗ്ദാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. വിഷയത്തെ സങ്കീർണമാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം ഗവൺമെൻറ് വിചാരിച്ചാണെങ്കിൽ എന്ന് പലതവണ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം. അതിനാണ് വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ ബാധ്യതയാണ്. അന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നടത്തിയ കുറേ വാഗ്ദാനങ്ങളുണ്ട്, കുറേ ഗിർവാണങ്ങൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് തലയൂരാൻ വേണ്ടിയാണ് ഇപ്പോൾ വഖഫ് ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം. വഖഫ് സ്വത്തുക്കൾ ഉമീദ് സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന കേന്ദ്ര വഖഫ് ഭേദഗതിയെ തുടർന്നാണ് മുനമ്പത്തെ 404.76 ഏക്കർ സ്ഥലം വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത്. നിലവിൽ സുപ്രീം കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദമാണ് സംസ്ഥാന വഖഫ് ബോർഡ് സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.